മൈ ടേൺ പി എസ് സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് മലയാളം. അതിൽ പി എസ് സി 2021 മുതൽ 25 വരെ ചോദിച്ച ഡിഗ്രി പ്രിലിംസ് പരീക്ഷയിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ മാത്രമാണ്. എല്ലാവരും ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കണ്ടു പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ടും ചെയ്യുക. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, മണൽ പ്ലസ് അരണ്യം ചേർത്തെഴുതുക. ഇവിടെ ഉത്തരം ബി ആണ്, മണലരണ്യം. അടുത്ത ചോദ്യം, കിഴക്കോട്ടേക്ക്, മേലോട്ടേക്ക് തുടങ്ങിയ ഉദാഹരണങ്ങളിൽ ആവർത്തന ശബ്ദം ഏത്? ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരം, എക്ക്. ദേവവാക്യം എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരം, അലംഘനീയമായ അഭിപ്രായം. ദേവവാക്യം എന്ന ശൈലി അലംഘനീയമായ അഭിപ്രായം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഓളത്തിൻ്റെ പര്യായമല്ലാത്തത്? ഇവിടെ ഓപ്ഷൻ എ ഭംഗം, തരംഗം, ബീജി, ആളം. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ആളം. ശരിയായ പദം തിരിച്ചറിയുക. അസ്തമയം, അസ്തമനം, അസ്തമാനം, അസ്തമയം. ഇവിടെ ഓപ്ഷൻ എ ആണ് ഉത്തരം, അസ്തമയം. സോ ജീവിതത്തിൽ അച്ചടക്കം പാലിക്കാത്ത അധ്യാപകർ കുട്ടികളോട് അച്ചടക്കത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത്? ഇവിടെ ഓപ്ഷൻ ബി ആണ് ഉത്തരം, വൈരുദ്ധ്യമാണ്. അതായത് സ്വജീവിതത്തിൽ അച്ചടക്കം പാലിക്കാത്ത അധ്യാപകർ കുട്ടികളോട് അച്ചടക്കത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത് വൈരുദ്ധ്യമാണ്. അടുത്ത ചോദ്യം, മരങ്ങൾ പിരിച്ചെഴുതുക. മരം പ്ലസ് കൾ ആണ് ഉത്തരം. അടുത്ത ചോദ്യം, വട്ടം പ്ലസ് പലക. ഇവിടെ ഓപ്ഷൻ എ ആണ് ഉത്തരം, വട്ടപ്പലക. വട്ടപ്പലക. കുഞ്ഞുങ്ങൾ എന്ന പദത്തിലെ വചനപ്രത്യയം? കൾ ആണ് വചനപ്രത്യയം. ശരിയായ വാക്യം കണ്ടെത്തുക. വരനും വധുവും തമ്മിൽ മാലയിട്ടു. വരനും വധുവും അന്യോന്യം വിവാഹിതരായി. വരനും വധുവും തമ്മിൽ വിവാഹിതരായി. വരനും വധുവും അന്യോന്യം തമ്മിൽ വിവാഹിതരായി. ഇവിടെ ഓപ്ഷൻ എ ആണ് ഉത്തരം, വരനും വധുവും തമ്മിൽ മാലയിട്ടു. അടുത്ത ചോദ്യം, ശരിയായ പദം ഏത്? ഇവിടെ ഓപ്ഷൻ ബി ആണ് ഉത്തരം, അനുഗ്രഹീതം. നമ്പ്യാർ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം? ഓപ്ഷൻ സി നങ്ങ്യാര്. പിരിച്ചെഴുതുക. അന്തസ്സത്ത. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഉത്തരം, അന്ത അധികം സത്ത. അടുത്ത ചോദ്യം, ശരിയായ വാക്യം ഏത്? എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹപ്രവർത്തകനെ യാത്രാമധ്യേ കണ്ടുമുട്ടി. ബി ഓപ്ഷൻ, എൻ്റെ ഒരു സഹപ്രവർത്തകനെ യാത്രാമധ്യേ കണ്ടുമുട്ടി. യാത്രാമധ്യേ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകനെ കണ്ടുമുട്ടി. യാത്രാമധ്യേ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളെ കണ്ടുമുട്ടി. ഇവിടെ ഓപ്ഷൻ ബി ആണ് ഉത്തരം, എൻ്റെ ഒരു സഹപ്രവർത്തകനെ യാത്രാമധ്യേ കണ്ടുമുട്ടി. അടുത്ത ചോദ്യം, പുരോഗതി എന്ന പദത്തിൻ്റെ വിപരീത പദം? ഇവിടെ ഓപ്ഷൻ ബി ആണ് ഉത്തരം, പാശ്ചാത്ഗതി. കാടും പടലും തല്ലുക എന്ന ശൈലിയുടെ അർത്ഥം?
ഇവിടെ ഓപ്ഷൻ എ ആണ് ഉത്തരം. അപ്രസക്തമായത് പ്രതിപാദിക്കുക. അപ്രസക്തമായത് പ്രതിപാദിക്കുക. ചേർത്തെഴുതുക. വിദ്യുത് അധികം ശക്തി. ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരം. വിദ്യുത് ശക്തി. ശരിയായ വിവർത്തനമേത്? ദ ബ്ലഡ് ഓഫ് ദ റെവല്യൂഷണറീസ് കോഴ്സ്ഡ് ത്രൂ ദ സ്ട്രീറ്റ്സ്. ഇവിടെ ഓപ്ഷൻ ഡി ആണ്. വിപ്ലവകാരികളുടെ രക്തം തെരുവിലൂടെ ഒഴുകി. പുല്ല് എന്നർത്ഥം വരുന്ന പദം ഏത്? തൃണം. പുല്ല്. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ കാക്കയുടെ പര്യായമല്ലാത്തതേത്? ഇവിടെ ഓപ്ഷൻ എ ചിരഞ്ജീവി, ഏകദൃഷ്ടി, ബലിബുക്ക്. ഇവിടെ ഓപ്ഷൻ ഡി ആണ്. വിശ്വകേതു. വിശ്വകേതുവാണ് കാക്കയുടെ പര്യായമല്ലാത്തത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നദിയുടെ പര്യായം ഏത്? ഇവിടെ ഓപ്ഷൻ എ ആണ് ഉത്തരം. തടിനി. തടിനിയാണ് നദിയുടെ പര്യായം. വിപരീത പദം എഴുതുക. ചഞ്ചലം. ഇവിടെ ഓപ്ഷൻ ബി ആണ് ഉത്തരം. അചഞ്ചലം. പിരിച്ചെഴുതുക. ഉന്മ. ഇവിടെ ഓപ്ഷൻ എ ആണ് ഉത്തരം. ഉൾ പ്ലസ് മ. ഉന്മ. ശരിയായ പദം ഏത്? നിശ്ചയം എന്നുള്ള സി ഓപ്ഷനാണ് ഇവിടെ ഉത്തരം. സമാന പദം ഏത്? ഇനൻ. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. സൂര്യൻ. ഇനൻ എന്നാൽ സൂര്യൻ. തെറ്റില്ലാത്ത വാക്യമേത്? ഇവിടെ ഓപ്ഷൻ ബി ആണ് ഉത്തരം. നന്ദി പറയുന്നു. നന്ദി രേഖപ്പെടുത്തുന്നു, നന്ദി തരുന്നു, നന്ദി വാങ്ങുന്നു. നന്ദി പറയുന്നു ആണ് ഉത്തരം. ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം എന്ന പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നത് എന്ത്? അധ്വാനത്തിൻ്റെ മഹത്വം. ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം എന്ന പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നത് അധ്വാനത്തിൻ്റെ മഹത്വം. അസ് ദ സീഡ് സോ ദ സ്പ്രൗട്ട്. പരിഭാഷ എന്ത്? വിത്ത് ഗുണം 10 ഗുണം. ചേർത്തെഴുതുക. ഇ പ്ലസ് അൾ. ഇവിടെ ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇവൾ. ഇ പ്ലസ് അൾ, ഇവൾ. കുളങ്കോരി ശൈലിയുടെ അർത്ഥമെന്ത്? നശിപ്പിക്കുക. കുളങ്കോരി നശിപ്പിക്കുക. ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം. വിദ്യുത് ശക്തി. ശരിയായ വാക്യം കണ്ടെത്തുക. 100 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഭൂമി, 100 ചതുരശ്ര മീറ്റർ വിസ്താരമായ ഭൂമി, 100 ചതുരശ്ര മീറ്റർ വിസ്തീർണമായ ഭൂമി, 100 ചതുരശ്ര മീറ്റർ വിസ്തീർണതയോടെയുള്ള ഭൂമി. ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരം. 100 ചതുരശ്ര മീറ്റർ വിസ്തീർണമായ ഭൂമി. ചുവടെ കൊടുത്തിരിക്കുന്ന വാക്യത്തിൻ്റെ ശരിയായ പരിഭാഷ ഏത്? എനിക്ക് തലവേദനയുണ്ട്. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഐ ആം സഫറിങ് ഫ്രം ഹെഡ് ഏക്ക്. അറിയാനുള്ള ആഗ്രഹം ഒറ്റപ്പദം ഏതാണ്? ജിജ്ഞാസ. അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ. പക്ഷിക്കൂട് എന്ന പദത്തിൻ്റെ പര്യായം ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക. അഖം, നീടം, കന്തളം, നിടിലം. ഇവിടെ ഓപ്ഷൻ ബി ആണ്. നീടം ആണ് ഉത്തരം. ചേർത്തെഴുതുക. വാക്ക് പ്ലസ് വാദം, വാഗ്വാദം. ഓപ്ഷൻ സി ആണ് ഉത്തരം. അമരം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏത്? അണിയം. അമരത്തിൻ്റെ വിപരീത പദം അണിയം. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ നിന്നും പഴഞ്ചൊല്ല് കണ്ടെത്തുക. അധികമായാൽ അമൃതം വിഷം,
ഞെട്ടില്ല വട്ടയില, ഭഗീരഥ പ്രയത്നം, മനസ്സാ വാച കർമ്മണ. ഇവിടെ ഓപ്ഷൻ എ ആണ് ഉത്തരം. അധികമായാൽ അമൃതും വിഷം. ശരി ഉത്തരം തിരഞ്ഞെടുക്കുക. താ വഴി. ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരം. തായ് പ്ലസ് വഴി, താ വഴി. പെങ്ങൾ എന്ന വാക്ക് ഏത് വചനമാണെന്ന് കണ്ടെത്തുക. ഏകവചനം. പെങ്ങൾ എന്ന വാക്ക് ഏകവചനമാണ്. ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക. ആരോഗ്യ ശരീരം, ആരോഗ്യ ശരീരം, ആരോഗ്യ ശരീരം, ആരോഗ്യ ശരീരം. ഇവിടെ ഓപ്ഷൻ ബി ആണ് ഉത്തരം. ആരോഗ്യ ശരീരം. പോട്ടെ പ്ലസ് അവൻ ചേർത്ത് എഴുതിയാൽ ഇവിടെ ഓപ്ഷൻ സി ആണ്. അതായത് 1ഉം 2ഉമാണ് ശരി. പോട്ടവൻ, പോട്ടയവൻ. ഇത് രണ്ടും ശരി ഉത്തരമാണ്. പിരിച്ചെഴുതുക. കാട്ടിനേൻ. കാട്ടി പ്ലസ് ഏൻ, കാട്ടി അധികം ഏൻ, കാട്ടിനേൻ. തെറ്റില്ലാത്ത വാക്യം തിരഞ്ഞെടുത്ത് എഴുതുക. ഇവിടെ ഓപ്ഷൻ ബി ആണ്. ഭാരതീയർ എല്ലാവരും സ്നേഹാദര ഭാവത്തോടുകൂടി വർത്തിക്കണം. അടുത്ത ചോദ്യം. നോ ആക്ഷൻ സീംസ് ടു ബി കോൾഡ് ഫോർ ഓൺ അവർ പാർട്ട് എന്നതിന് യോജിച്ച മലയാള വിവർത്തനം എടുത്തെഴുതുക. ഇവിടെ ഓപ്ഷൻ ഡി ആണ്. നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നടപടി എടുക്കേണ്ടതായി തോന്നുന്നില്ല. നോ ആക്ഷൻ സീംസ് ടു ബി കോൾഡ് ഫോർ ഓൺ അവർ പാർട്ട്. തേൻ എന്ന അർത്ഥം വരുന്ന പദം എടുത്തെഴുതുക. മധൂലി. മധൂലിയാണ് തേൻ എന്ന പദത്തിൻ്റെ അർത്ഥം. കൊത്തിക്കൊണ്ട് പറക്കാനും വയ്യ, ഇട്ടേച്ച് പോകാനും വയ്യ എന്നതിന് സമാന സന്ദർഭത്തിൽ പ്രയോഗിക്കാവുന്ന മറ്റൊരു പഴഞ്ചൊല്ലേത്? ഇവിടെ ഓപ്ഷൻ ബി ആണ് ഉത്തരം. മധുരിച്ചിട്ട് തുപ്പാനും മേല, കച്ചിട്ടിറക്കാനും മേല. അടുത്ത ചോദ്യം. മഞ്ഞ പട്ടുടുത്തവൻ എന്നർത്ഥം വരുന്ന പദം എഴുതുക. പീതാംബരൻ. പീതാംബരൻ, മഞ്ഞ പട്ടുടുത്തവൻ. ധൃതി എന്ന പദത്തിൻ്റെ അർത്ഥം. ഇവിടെ ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ് ഉത്തരം. ഉറപ്പ്, സ്ഥൈര്യം, തിടുക്കം, വേഗം. ശരിയായ പദം എഴുതുക. ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരം. സ്രഷ്ടാവ്. ക്ഷമിക്കാൻ പറ്റാത്തത് എന്നതിൻ്റെ ഒറ്റ പദമേത്? ഇവിടെ ഓപ്ഷൻ ബി ആണ്. അക്ഷന്തവ്യം. ഇടശ്ശേരി ഗോവിന്ദൻ നായർ രചിച്ച നാടകം ഏത്? കാഞ്ചനസീത, ദൈവത്താറ്, കുട്ടിക്കൃഷി, പാട്ടബാക്കി. ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരം. കുട്ടിക്കൃഷി. മൺകലം എന്ന പദത്തിൻ്റെ ശരിയായ വിഗ്രഹാർത്ഥം ഏത്? മണ്ണ് കൊണ്ടുണ്ടാക്കിയ കലം. മണ്ണ് കൊണ്ടുണ്ടാക്കിയ കലം, മൺകലം. പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത്? സ്വാമികൾ. ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരം. സ്വാമികൾ. ലോഭം എന്ന വാക്കിൻ്റെ അർത്ഥം എടുത്തെഴുതുക. ഇവിടെ കുറവ്, കൊതി, പിശുക്ക്, നേട്ടം. ഇവിടെ ഓപ്ഷൻ എ ആണ് ഉത്തരം. കുറവ്. ലോഭം എന്ന വാക്കിൻ്റെ അർത്ഥം കുറവ്. നേതാവ് എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം എഴുതുക. നേതാവ്, നേത്രി. നേത്രിയാണ് ഉത്തരം. അധ്വാനത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന പഴഞ്ചൊല്ല് ഏത്? അണ്ണാൻ കുഞ്ഞും തന്നാലായത്. അണ്ണാൻ കുഞ്ഞും തന്നാലായത് അധ്വാനത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന പഴഞ്ചൊല്ലാണ്. വാക്ക് എന്ന പദത്തിൻ്റെ പര്യായം എടുത്തെഴുതുക. വാണി.
വാണി ആണ് വാക്ക് എന്ന പദത്തിൻ്റെ പര്യായപദം. ശരിയായ പിരിച്ചെഴുത്ത് ഏത്? ഇവിടെ ഓപ്ഷൻ ബി ആണ് ഉത്തരം. തിരുവാതിര. തിരു ആതിര. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്തതേത്? ഇവിടെ അധ്യാപകർ, നിങ്ങൾ, മാരാറ്, ശാസ്ത്രികൾ. ഇവിടെ ഓപ്ഷൻ എ ആണ്, അധ്യാപകരാണ് ഉത്തരം. നിങ്ങൾ എന്ന പദം പിരിച്ചെഴുതുക. നിൻ പ്ലസ് കൾ നിങ്ങൾ. അതിഥിയെ സ്വീകരിക്കുന്നയാൾ എന്നർത്ഥം വരുന്ന പദം ഏത്? ആതിഥേയൻ. ആതിഥേയനാണ് അതിഥിയെ സ്വീകരിക്കുന്നയാൾ എന്ന അർത്ഥം വരുന്ന പദം. ശരിയായ പദം കണ്ടെത്തുക. ഖണ്ഡാകാരം. അതാണ് ഉത്തരം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. താഴെ തന്നിരിക്കുന്നതിൽ പുഞ്ച എന്ന പദത്തിൻ്റെ വിപരീത പദം കണ്ടെത്തുക. പുഞ്ച, നഞ്ച. നഞ്ചയാണ് ഉത്തരം. താഴെ കൊടുത്തിരിക്കുന്നതിൽ സ്ത്രീലിംഗ പദമല്ലാത്തതേത്? തപസ്വിയാണ് ഉത്തരം. ജംഗമം എന്ന പദത്തിൻ്റെ പര്യായമല്ലാത്തത് കണ്ടെത്തുക. ദത്തം. ഇംഗം, ത്രസം, ചരം. ഇതൊക്കെ ജംഗമം എന്ന പദത്തിൻ്റെ പര്യായ പദങ്ങളാണ്. ഘടകപദം ചേർത്തെഴുതുക. നാടകം വാചിക പ്രധാനമാണ്. നാടകം വാചിക പ്രധാനമാണ്. കഥകളി അണുപോലും അതല്ല എന്നുള്ളതാണ്. ഇവിടെ ഓപ്ഷൻ ബി ആണ് ഉത്തരം. അതായത് നാടകം വാചിക പ്രധാനമായിരിക്കെ കഥകളി അണുപോലും അതല്ല എന്നുള്ളതാണ്. നടക്കാൻ പ്രയാസമുള്ള വഴി. ഒറ്റപ്പദം എഴുതുക. നടക്കാൻ പ്രയാസമുള്ള വഴി. ഇവിടെ ഓപ്ഷൻ ഡി ആണ്, ദുർഗപദം. ദുർഗപദമാണ് നടക്കാൻ പ്രയാസമുള്ള വഴി. പ്രസ്താവം, പ്രസ്ഥാനം എന്നിവയുടെ അർത്ഥം. ഇവിടെ 1ഉം 4ഉം ശരിയാണ്. പറച്ചിൽ, യാത്ര. ആരംഭം, പുറക്കാട്. പറച്ചിൽ, യാത്ര, ആരംഭം, പുറപ്പാട്. താഴെ നൽകിയ വാക്യങ്ങളിൽ ശരിയായവ ഏതെല്ലാം? ഇവിടെ ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2ഉം 3ഉമാണ് ശരി. 2ഉം 3ഉം. അതായത് കരുണയില്ലാത്ത പെരുമാറ്റം വ്യർത്ഥമാണ്. കരുണയില്ലാത്ത പെരുമാറ്റം വെറുതെയാണ്. ഈ 2 വാക്യങ്ങളാണ് ശരിയായിട്ടുള്ളത്. തെറ്റില്ലാത്ത പദങ്ങൾ ഏതെല്ലാം? ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരം. 2ഉം 3ഉം ശരിയാണ്. ക്രീഡ, കാഠിന്യം. ക്രീഡയും കാഠിന്യവുമാണ് ഇവിടെ ഉത്തരം. ചലച്ചിത്രം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ യോജിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1 മാത്രമാണ് ശരി. ചലത് പ്ലസ് ചിത്രം. ചലത് പ്ലസ് ചിത്രം. തിന്നത് തീരും, കൊടുത്തത് തീരില്ല എന്ന പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നത്. ഓപ്ഷൻ ബി 2 മാത്രമാണ് ശരി. അതായത് ദാനത്തിൻ്റെ മഹാത്മ്യം ആണ്. ദാനത്തിൻ്റെ മഹാത്മ്യമാണ് ഉത്തരം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കഠിനം എന്ന പദത്തിൻ്റെ വിപരീതമായി വരാവുന്നവ. ഇവിടെ ഓപ്ഷൻ എ 1ഉം 2ഉമാണ് ശരി. അതായത് 1ഉം 2ഉം. കഠിനം എന്ന പദത്തിൻ്റെ വിപരീതം ലളിതം, മൃദു. കടൽ പര്യായ പദമല്ലാത്തത്. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 4 മാത്രം. നിമ്നക. അതായത്
പാരാവാരം, അർണവം, അഴി. ഇതൊക്കെ കടലിൻ്റെ പര്യായ പദങ്ങളാണ്. ടിറ്റ് ഫോർ ടാറ്റ് എന്നതിന് കൊടുക്കാവുന്ന മലയാള ശൈലികൾ ഏതെല്ലാം? ഇവിടെ ഓപ്ഷൻ എ ആണ് 1, 2 എന്നിവയാണ് ശരി. അതായത് ഉരുളയ്ക്ക് ഉപ്പേരി, പകരത്തിന് പകരം. ടിറ്റ് ഫോർ ടാറ്റ്. ഗ്രഹി എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗമായി വരാവുന്നവ. ഇവിടെ ഓപ്ഷൻ എ 1 മാത്രമാണ് ശരി. അതായത് ഗ്രഹിണി. ഗ്രഹി എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം ഗ്രഹിണി. കാറ്റ് വീശിയെങ്കിലും ഇല പൊഴിഞ്ഞില്ല. ഇതിലെ ഘടകപദം. ഓപ്ഷൻ ബി 2 മാത്രമാണ് ശരി. അതായത് എങ്കിലും. കാറ്റ് വീശി എങ്കിലും ഇല പൊഴിഞ്ഞില്ല. ഇതിലെ ഘടകപദം എങ്കിലും ആണ് ഉത്തരം. സൃഷ്ടി നടത്തുന്നവൻ ഒറ്റപ്പദമാക്കുമ്പോൾ താഴെ പറയുന്നവയിൽ യോജിക്കുന്നവ. ഇവിടെ ഓപ്ഷൻ ഡി ആണ് 1 മാത്രമാണ് ശരി. സൃഷ്ടി നടത്തുന്നവൻ സ്രഷ്ടാവ്. ശരിയായ രൂപം ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ജീവച്ഛവം. സഹിതം, വിപരീതം, രഹിതം. സഹിതം, രഹിതം. പറയുന്ന ആൾ ഒറ്റപ്പദം ഏത്? വക്താവ്. പറയുന്ന ആൾ വക്താവ്. സ്ട്രൈക്ക് ബ്രേക്കർ സമാനമായ മലയാള ശൈലി. സ്ട്രൈക്ക് ബ്രേക്കർ കരിങ്കാലി. സ്ട്രൈക്ക് ബ്രേക്കർ കരിങ്കാലി. ജലം പര്യായപദം ഏത്? അപ്പ്. ജലം, അപ്പ് എന്നാണ് ഉത്തരം. കണ്ടു പിരിച്ചെഴുതുക. കൺ പ്ലസ് തു കണ്ടു. കൺ പ്ലസ് തു കണ്ടു. കഷ്ടപ്പെടുത്തുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏത്? നക്ഷത്രമെണ്ണിക്കുക. നക്ഷത്രമെണ്ണിക്കുക എന്നുള്ളതാണ് കഷ്ടപ്പെടുത്തുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി. ആ പ്ലസ് കാലം ചേർത്തെഴുതുക. അക്കാലം. ആ പ്ലസ് കാലം, അക്കാലം. ശരിയായ പദം ഏത്? ഇവിടെ ഓപ്ഷൻ എ ആണ് ഉത്തരം. അവധൂതൻ. ഇൻ അക്കോർഡൻസ് വിത്ത് ഉചിതമായ മലയാള പരിഭാഷ ഏത്? അതനുസരിച്ച്. അതനുസരിച്ച് എന്നുള്ളതാണ് ഇൻ അക്കോർഡൻസ് വിത്ത് എന്നുള്ളതിന് ഉചിതമായ മലയാള പരിഭാഷ. ഒറ്റ പദം എഴുതുക. ഗുരുവിൻ്റെ ഭാവം ഗൗരവം. ഉറുമ്പ് എന്നർത്ഥം വരുന്ന പദമേത്? ഇവിടെ വർവണ, ചർവണ, മക്ഷിക, വമ്രി. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. വമ്രിയാണ് ഉത്തരം. വിപരീത പദം എഴുതുക. രസം, നീരസം. രസം, നീരസം. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക എന്നർത്ഥം വരുന്ന ശൈലി ഏത്? ഇലയിട്ട് ചവിട്ടുക. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക, ഇലയിട്ട് ചവിട്ടുക. യാചകൻ എതിർലിംഗം എഴുതുക. യാചകി. യാചകൻ, യാചകി. സലിംഗ ബഹുവചനം ഏത്? ഇവിടെ മിടുക്കന്മാർ, കുട്ടികൾ, ജനങ്ങൾ, അധ്യാപകർ. ഇവിടെ ഓപ്ഷൻ എ ആണ് ഉത്തരം. മിടുക്കന്മാരാണ് ഉത്തരം. പിരിച്ചെഴുതുക. ഇന്നി. ഈ പ്ലസ് നീ ആണ് ഇന്നി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു വാക്ക് മാത്രമേ ശരിയായി എഴുതിയിട്ടുള്ളൂ. അതേത്? ഇവിടെ നിഘണ്ടു, ലേഖകൻ, ശബ്ദം, കൃത്യനിഷ്ഠ. ഇവിടെ ഓപ്ഷൻ ബി ആണ് ഉത്തരം. ലേഖകൻ ആണ് ഉത്തരം. പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ഗുരുക്കൾ. പൂജക ബഹുവചനം ഗുരുക്കൾ. പുത്രൻ എന്ന പദത്തിൻ്റെ പര്യായ പദമല്ലാത്തതേത്? ഇവിടെ ഓപ്ഷൻ ജനകൻ, തനയൻ, ആത്മജൻ, തരുജൻ. ഓപ്ഷൻ എ ആണ് ഉത്തരം. ജനകൻ. പുത്രൻ എന്ന പദത്തിൻ്റെ പര്യായമായി വരുന്നത് തനയൻ, ആത്മജൻ, തനുജൻ.
തീ പ്ലസ് കനൽ എന്നത് ചേർത്തെഴുതുക. ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരം. തീക്കനൽ. തീ പ്ലസ് കനൽ, തീക്കനൽ. രാജാവും ഋഷിയുമായവൻ, ഇത് ഒറ്റപ്പദമാക്കുക. രാജർഷി. രാജാവും ഋഷിയുമായവൻ, രാജർഷി. സുതൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം എഴുതുക. സുത. സുതൻ, സുത. 800 എന്ന പദം പിരിച്ചെഴുതുക. എൺ പ്ലസ് 100, 800. എൺ പ്ലസ് 100, 800. കൂപമണ്ഡൂകം എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? ലോകവിവരം ഇല്ലാത്തവൻ. ലോകവിവരം ഇല്ലാത്തവൻ, കൂപമണ്ഡൂകം. മേഘം എന്ന അർത്ഥം വരുന്ന പദമേത്? വഹ്നി, വാരിതം, വാരിധി, വാരിജം. ഇവിടെ ഓപ്ഷൻ ബി ആണ് ഉത്തരം. വാരിതം. മേഘം എന്ന അർത്ഥം വരുന്ന പദം വാരിതം. ദൃഢം എന്ന പദത്തിൻ്റെ വിപരീത പദം എഴുതുക. ദൃഢം, ശിഥിലം. ദൃഢം, ശിഥിലം. താഴെ കൊടുത്തവയിൽ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്നതിൻ്റെ മലയാള പരിഭാഷയായ പദരൂപം ഏത്? മാനക ഭാഷ. മാനക ഭാഷയാണ് സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്നതിൻ്റെ മലയാള പരിഭാഷ. പ്രേക്ഷകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം പ്രേക്ഷക. പ്രേക്ഷകയാണ് പ്രേക്ഷകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം. താക്കോൽ എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? താഴ് പ്ലസ് കോലാണ് താക്കോൽ. താഴ് പ്ലസ് കോലാണ് താക്കോൽ. താക്കോല്, താഴ് പ്ലസ് കോല്. ഈ ചോദ്യങ്ങൾ ഡിഗ്രി പ്രിലിംസിൻ്റെ മെയ് മാസം ഈ കഴിഞ്ഞ ചോദ്യങ്ങളാണ്. നല്ലോണം ശ്രദ്ധിച്ചോണം. താഴെ കൊടുത്തവയിൽ ശരിയായ പദരൂപം ഏത്? വിദ്യാർത്ഥി, 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 വിദ്യാർത്ഥി. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. വിദ്യാർത്ഥി ആണ് ഉത്തരം. ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അന്യരുടെ കുറ്റം പരസ്യമായി പറയുന്നത് നല്ല നയമല്ലെന്ന കാര്യം എപ്പോഴും ഓർക്കണം. അന്യരുടെ കുറ്റം പരസ്യമായി വെട്ടിത്തുറന്ന് പറയുന്നത് നല്ല നയമല്ലെന്ന കാര്യം എപ്പോഴും ഓർക്കണം. അന്യരുടെ കുറ്റം പരസ്യമായി തുറന്ന് പറയുന്നത് നല്ല നയമല്ലെന്ന കാര്യം എപ്പോഴും ഓർക്കണം. അന്യരുടെ കുറ്റം വെട്ടിത്തുറന്ന് പരസ്യമായി പറയുന്നത് നല്ല നയമല്ലെന്ന കാര്യം എപ്പോഴും ഓർക്കണം. ഇവിടെ ഓപ്ഷൻ ഡി ആണ്. അന്യരുടെ കുറ്റം പരസ്യമായി പറയുന്നത് നല്ല നയമല്ലെന്ന കാര്യം എപ്പോഴും ഓർക്കണം. താഴെ കൊടുത്തവയിൽ ബഹുവചന രൂപം അല്ലാത്തത് ഏത്? മാരാറ്, അവർ, ധീരർ, ചിലർ. ഇവിടെ ഓപ്ഷൻ എ ആണ്. മാരാറാണ് ഉത്തരം. പാർവതി, ജാനി എന്ന പദം ഘടകപദങ്ങളായി വേർതിരിക്കുന്നത് എങ്ങനെ? പാർവതി ജായ ആയിട്ടുള്ളവൻ. ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരം. പാർവതി ജായ ആയിട്ടുള്ളവൻ. പാർവതി, ജാനി. സർപ്പന്യായം എന്ന ശൈലിയുടെ അർത്ഥം തിരഞ്ഞെടുത്തെഴുതുക. സർപ്പന്യായം. ഇവിടെ ഓപ്ഷൻ സി ആണ്. അന്യരുടെ അധ്വാനത്തിൻ്റെ ഫലം തട്ടിയെടുത്ത് ജീവിക്കുക. സർപ്പന്യായം എന്ന ശൈലിയുടെ അർത്ഥം അന്യരുടെ അധ്വാനത്തിൻ്റെ ഫലം തട്ടിയെടുത്ത് ജീവിക്കുക. പ്ര പ്ലസ് മാനം എന്ന ശബ്ദം ചേർത്തെഴുതിയാൽ കിട്ടുന്ന രൂപം ഏത്? പ്രമാണം. പ്ര പ്ലസ് മാനം, പ്രമാണം. തുടക്കം തന്നെ ഒടുക്കവും ആയിത്തീരുന്ന അവസ്ഥയെ കുറിക്കുന്ന പഴഞ്ചൊല്ല് ഏത്? കന്നിപ്പറിക്കലും കടലാട്ടവും ഒരുമിച്ച്. കന്നിപ്പറിക്കലും കടലാട്ടവും ഒരുമിച്ച്. തുടക്കം തന്നെ ഒടുക്കവും ആയിത്തീരുന്ന അവസ്ഥയെ കുറിക്കുന്ന പഴഞ്ചൊല്ല് കന്നിപ്പറക്കലും കടലാട്ടവും ഒരുമിച്ച്.